അല്ല, ഇത് സാധാരണ സംഭവിക്കാത്ത കാര്യമാണ്, അസാധാരണമാണ്. അപ്പൊ സംഭവിക്കാത്ത കാര്യങ്ങൾ അസാധാരണമാകുന്ന ഒരു സംഭവകാശമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ ഇതേപോലെ ഒരു സംഭവം കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു. മധുരയിൽ ഇതേപോലെ മധുര ബെഞ്ചിന്റെ മദ്രാസ് ഹൈക്കോർട്ട് ഇതേപോലെ ഒരു കേസ് വന്നിരുന്നു. അവിടുത്തെ CBI അവിടുത്തെ ED ഓഫീസർ എന്റെ ഓർമ്മ അങ്കിത് തിവാരി എന്നൊരു ഓഫീസറാണ്. അങ്ങനെക്കെതിരായിട്ട് ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസർക്കെതിരായിട്ട് അവിടുത്തെ തമിഴ്നാട് സംസ്ഥാന വിജിലൻസ് ഒരു കേസ് എടുത്തിരുന്നു. ഇതുപോലെ ബ്രൈബറി കേസായിരുന്നു. ഒരു ഡോക്ടറോട് 20 ലക്ഷം രൂപ കൈപ്പറ്റുന്ന ഒരു കേസായിരുന്നു. ആ കേസിൽ ഇതേപോലെ തന്നെ അവിടുത്തെ അതായത് തമിഴ്നാട് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരവേ ഹൈക്കോടതിയിൽ ഈ ED ഓഫീസറുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഈ കേസ് സംസ്ഥാന വിജിലൻസ് എന്ന് മാറ്റാൻ പറ്റില്ല, അവർക്ക് അതിൻ്റെതായ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം വളരെ റെയറായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, രണ്ട് ഏജൻസികൾ തമ്മിലൊരു കോൺഫ്രണ്ടേഷൻ വരുന്നത്. കാരണം രണ്ടും ഭരണഘടനാപരമായിട്ടും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരവും അംഗീകരിക്കപ്പെട്ട രണ്ട് ഏജൻസികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ രണ്ട് ഏജൻസികൾ തമ്മിൽ കോൺഫ്രണ്ടേഷൻ വരുമ്പോൾ ലീഗൽ പ്രോസസ്സ് മുന്നോട്ട് എന്തായാലും പോകും. ഇവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഈ കേസിൽ ഈ ശേഖർ ഗുപ്ത എന്തോ പറഞ്ഞ ഓഫീസർക്കെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിനെതിരായിട്ടുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പം സംസ്ഥാന വിജിലൻസ് ആ കേസ് അന്വേഷണം നടത്തി വരവേ പല തെളിവുകളും കിട്ടിയിരിക്കാം. അതുകൊണ്ടായിരിക്കും സംസ്ഥാന വിജിലൻസ് അവിടെ അന്വേഷിക്കാൻ ചെല്ലുന്നത്. അപ്പൊ അന്വേഷിക്കാൻ ചെല്ലുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഒരു രണ്ട് ഏജൻസികൾ തമ്മിൽ ബന്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ലീഗൽ പ്രോസസ്സ് കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഈയിടെ സുപ്രീം കോടതി തന്നെ ഈ നേരത്തെ പറഞ്ഞ കേസിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ മധുര റിപ്പോർട്ട് ചെയ്ത കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെയുള്ള അഴിമതി വിരുദ്ധ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൈകാര്യം ഏജൻസിക്ക് മറ്റ് ഏജൻസിയുടെ, അതായത് ഈ ഉദ്യോഗസ്ഥൻ പ്രതിയായ മറ്റു വല്ല ഏജൻസിപ്പെട്ട ആളാണെങ്കിൽ ലീഗൽ പ്രോസസ്സ് കൂടി എല്ലാ നടപടികളും എടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ആ പ്രതി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന കബ്ബോർഡോ അല്ലെങ്കിൽ മേശകളോ ഈ ഡോക്യുമെന്റ്സ് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ കോർട്ട് ഓർഡറുമായിട്ട് ഒരു കോടതിയുടെ സെർച്ച് വാറണ്ട് ഉണ്ടെങ്കിൽ അതിന് ലീഗൽ പ്രോസസ്സായി അതുകൂടി കൈപ്പറ്റിയതിനു ശേഷം അത് വാങ്ങിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാൻ പോകുന്നതിൽ തെറ്റില്ല എന്നാണ് ഇതുവരെയുള്ള ലീഗൽ നിയമങ്ങൾ പ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരവും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ പോകുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേസമയം ഈ ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരു സംസ്ഥാന ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയം അത് CBIക്ക് വിടാനുള്ള സാധ്യതയുണ്ടോ? ആ ഒരു തരത്തിലേക്കൊക്കെ ഈ ഒരു കേസ് പോകാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? അല്ല, അതാണ് പറഞ്ഞത്. ഇതിൽ അപ്പൊ വേറെ ഈ മധുരയിലത്തെ കേസും ഇതുപോലെ, ഈ തമിഴ്നാട്ടിലെ കേസ് ഇതുപോലെ വന്നാണ്. അതായത് അത് CBI എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ ചോദ്യം വന്നാണ്. അപ്പൊ അന്ന് അവിടുത്തെ അവിടുത്തെ തമിഴ്നാട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് ശരിയല്ല. കാരണം വെച്ചാൽ അത് ഈ ഡ്യൂ ലീഗൽ പ്രോസസ് നോക്കുമ്പോഴും സംസ്ഥാന പോലീസിനും ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ കാര്യങ്ങൾ അന്വേഷിക്കാൻ പവേഴ്സ് ഉള്ള ഏജൻസിയാണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിച്ചിരിക്കുന്നത് മധുരയിലുള്ള ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നായതുകൊണ്ടും അവിടെ തന്നെ അന്വേഷിക്കാമെന്നാണ് അന്നത്തെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, തമിഴ്നാട് ഡിവിഷൻ ബെഞ്ച് അങ്ങനെ ഒരു ഓർഡർ പറഞ്ഞതിന് എതിരായിട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. അതായത് ഈ കേസ് ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നാകെ പറഞ്ഞത് ഈ ED ഓഫീസർമാരൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു അഴിമതി നിരോധന പ്രകാരം കേസിൽ പെടുകയാണെങ്കിൽ അത് CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ വ്യക്തമായ തെളിവുകൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസ് എടുത്ത സംസ്ഥാന വിജിലൻസ് വകുപ്പിന് അത് ന്യായമായും അന്വേഷിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതുകൊണ്ട് അവരെ അന്വേഷിക്കട്ടെ, അതുമായി ലീഗൽ പ്രോസസ്സായി മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ അന്വേഷണ ഏജൻസി സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ അന്വേഷണ ഏജൻസിപ്പെട്ട പ്രതിയായ ഉദ്യോഗസ്ഥൻ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസി ആണെങ്കിലും സംസ്ഥാന വിജിലൻസ് ആണ് എല്ലാ തെളിവുകളും കൂടി കേസ് മുന്നോട്ടെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിക്കാൻ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നിരുന്നത് ഈ വിജിലൻസ് സംഘം അവിടെ എത്തി ED ഓഫീസിലെത്തി റെയ്ഡ് നടത്തുന്നു എന്നുള്ള രീതിക്കാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ വ്യക്തത വന്നിട്ടുണ്ട്. അവിടെ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകാനാണ് വിജിലൻസ് സംഘം അവിടെ എത്തിയത് എന്ന് പറയുന്നു. ഒരു പക്ഷേ ഇനിയൊരു ഘട്ടത്തിലേക്ക് റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, കാരണം സ്വാഭാവികമായി ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ ഈ വിജിലൻസിന് തെളിവ് ശേഖരണം അത് അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ ഈ ഒരു ED ഓഫീസിലേക്ക് വിജിലൻസിന് ഒരു റെയ്ഡുമായി എത്താനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജൻസി. അതായത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള പോലീസിന്റെ വിജിലൻസ് വിഭാഗമാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിലെ പ്രതി എന്ന് പറയുന്നത് ED ഉദ്യോഗസ്ഥരാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ED ഉള്ളത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഏജൻസികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രണ്ട് മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് രണ്ട് ഏജൻസികളും തമ്മിൽ റെസ്പെക്ട് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് സാധാരണ ചെയ്യാറ്. അതാണ് നമ്മുടെ ന്യായമായ ഒരു അന്വേഷണ ഏജൻസി ചെയ്യേണ്ടതും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ പ്രതി എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ ഏത് ഏജൻസിയുടെ കീഴിലാണോ ആ ഏജൻസിയിൽ അയാളുടെ സീനിയറായ ഉദ്യോഗസ്ഥൻ അതുമായി സഹകരണം നടത്തി മറ്റ് ഏജൻസിയായി സഹകരണം നടത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതൊക്കെ അവസാനം ചെന്നെത്തുന്ന നീതി നിർവഹണത്തിലാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നീതിക്ക് വേണ്ടി ഒരു ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായും മറ്റേ ഏജൻസിയിലത്തെ ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കണം. അങ്ങനെ സഹകരിച്ചില്ലെങ്കിൽ ന്യായമായിട്ടും ഈ അന്വേഷണം സംസ്ഥാനത്തെ വിജിലൻസിന് ഒരു കോടതിയിൽ പോയി സെർച്ച് വാറണ്ട് വാങ്ങിച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യേണ്ട അവകാശമുണ്ട് തീർച്ചയായിട്ടും. കാരണം അന്വേഷണത്തിന്റെ അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഭാഗമാണ് സെർച്ച് ആൻഡ് സീസർ. അപ്പൊ അങ്ങനെ സെർച്ച് ആൻഡ് സീസർ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ വിജിലൻസ് പോലീസ് അതിന്റെ കൺസേൺഡ് കോടതിയിൽ നിന്ന് ഒരു സെർച്ച് വാറണ്ട് വാങ്ങിച്ചിട്ട് അവിടെ പോയി സെർച്ച് ചെയ്താൽ അത് തെറ്റില്ല എന്ന് പറയാം. അപ്പം മൊത്തത്തിൽ ഇത് എനിക്ക് പറയാനുള്ളത്, കാരണം ഈ രണ്ട് ഏജൻസികളും കുറെ കൂടി മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ കൺസെന്റ് കൂടി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.